ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് സോപ്പാണ്. ക്യാരറ്റ് സോപ്പ് നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. ക്യാരറ്റ് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനാക്കിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സോപ്പാണ് നമ്മുടെ ക്യാരറ്റ് സോപ്പ്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് 2 ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 500 ഗ്രാം വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാരറ്റിന്റെ ജ്യൂസ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒരു ചോപ്പറിൽ വെച്ച് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ചെറിയൊരു അടി അടിക്കുമ്പോഴേക്കും നമ്മുടെ ജ്യൂസ് കിട്ടും. അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് 500 ഗ്രാമിന്റെ സോപ്പ് ബേസ് ആണ്. സോപ്പ് ബേസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. പാരബൻ ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതുപോലുള്ള സോപ്പ് ബേസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനും പകരം ഇവിടെ ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബോട്ടിലായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്, റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ സോപ്പ് ബേസ് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമുക്കത് മെൽറ്റ് ആവാനായിട്ട് അധികം സമയം ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ വലിയ കഷ്ണമായിട്ട് ഇടുകയാണെങ്കിൽ നമുക്കത് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് താമസമാണ്. അതാണ് ഞാനിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ സോപ്പ് ബേസ് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഫ്രാഗ്രൻസ് ഓയിലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസ് ആണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് ഈ സോപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ക്യാരറ്റ് ജ്യൂസിലേക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനും റോസ് വാട്ടറും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസ് ആണോ ആവശ്യം അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അധികം നേരം നമ്മൾ ഇത് വെക്കാനായിട്ട് പാടില്ല. നമ്മുടെ മോൾഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിങ്ങനെ ഓരോ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിയേഴ്സിന്റെ മോൾഡാണ് കേട്ടോ. പിയേഴ്സിന്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 100 ഗ്രാമാണ് ഒരു മോൾഡിൽ വരുന്നത്. അപ്പൊ ഞാനിപ്പോ 1/2 കിലോ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് 100 ഗ്രാം ആണെങ്കിൽ കറക്റ്റ് 5 എണ്ണത്തേക്ക് വരും കേട്ടോ. ഞാൻ മൊത്തമായിട്ട് ഒഴിച്ചിട്ടില്ല. അപ്പൊ ദേ ഇതില് നമുക്ക് ഒരു സോപ്പും കൂടി എക്സ്ട്രാ കുഞ്ഞൊരു സോപ്പിനും കൂടി ഉള്ളതുണ്ട് കേട്ടോ. മൊത്തമായിട്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 5 സോപ്പാണ് 1/2 കിലോ ബേസ് എടുത്താൽ കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ കുഞ്ഞൊരു സോപ്പും കൂടിയും കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മോൾഡുകള് ഓൺലൈനിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഈ സോപ്പ് ബേസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ നമ്മൾ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ടുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഈ മോൾഡ് വാങ്ങിച്ചിട്ടുള്ളത്. പല ഡിസൈനിലുള്ള മോൾഡുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് 250 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇത് 100 ഗ്രാം കൊള്ളുന്ന സോപ്പിന്റെ മോൾഡായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സോപ്പ് 3 മണിക്കൂറിന് ശേഷം എടുത്തു നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോപ്പാണ് നമ്മുടെ ക്യാരറ്റ് സോപ്പ്. അപ്പം നമ്മുടെ ക്യാരറ്റ് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് മുഖത്തുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യുന്നതോടെ സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നല്ല നല്ല സോപ്പിന്റെ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നമ്മളെ ക്യാരറ്റ് സോപ്പിൽ ഒരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ട് തന്നെയാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെന്റിൽ നമ്മുടെ ജ്യൂസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സോപ്പുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചത് എനിക്ക് മണ്ണുത്തിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് മേക്കിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. അപ്പോൾ നമ്മുടെ സോപ്പ്
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ചിലവർ പറയാറുണ്ട് സോപ്പിന് കട്ടി കുറവാണ്, പിന്നെ പതിയില്ല എന്നൊക്കെ. നമ്മുടെ സോപ്പ് ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം കട്ടിയിലും അതുപോലെ തന്നെ നമ്മുടെ സോപ്പിന് നല്ല പതിയൊക്കെ ഉണ്ടാവും കേട്ടോ. അതേ കണ്ടില്ലേ, നമ്മുടെ സോപ്പിന് നല്ല പതിയുണ്ട്, നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ സോപ്പ് ഇരിക്കുന്നത്. നമ്മൾ സോപ്പ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോപ്പാണ് നമ്മുടെ സോപ്പ്. ഇനി നമ്മുടെ സോപ്പ് കവർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റാപ്പിംഗ് റോളാണ്. അപ്പോൾ നമുക്ക് റാപ്പിംഗ് റോളിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സോപ്പ് ഇതിൽ കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്നും കവറൊക്കെ മേടിക്കാൻ ഭയങ്കര പൈസയൊക്കെയാണ്. അപ്പോൾ നമ്മളിതുപോലെ റാപ്പിംഗ് റോൾ എടുത്തിട്ട് നമ്മുടെ സോപ്പ് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല വശം നമ്മളിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് റാപ്പിംഗ് റോൾ ഇങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സോപ്പ് പൊതിയലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല നാച്ചുറൽ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളിത് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസും അതുപോലെ തന്നെ പാക്കിങ്ങിൻ്റെ ലൈസൻസൊക്കെ വേണം. അപ്പോൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല പെർഫെക്റ്റ് സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇപ്പം ക്യാരറ്റ് സോപ്പ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.